ഐഫോൺ, ലാൻഡ് ക്രൂയിസർ ഇതൊക്കെ ലക്ഷറി പ്രൊഡക്റ്റുകളാണോ? അല്ല, ഇതൊക്കെ പ്രീമിയം പ്രൊഡക്റ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ലക്ഷറി പ്രൊഡക്റ്റ്? സോ ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ലക്ഷറി പ്രൊഡക്റ്റ്, എന്താണ് പ്രീമിയം പ്രൊഡക്റ്റ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഒരു പ്രീമിയം പ്രൊഡക്റ്റ് വളരെ ഹൈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും, എന്നാൽ ഇതിന് എക്സ്ക്ലൂസിവിറ്റി ഉണ്ടാവില്ല. ഐഫോൺ വളരെ ക്വാളിറ്റി ഉള്ളതാണ്, അതിന് പ്രൈസും കൂടുതലാണ്. എന്നാൽ കോടിക്കണക്കിന് ഐഫോണുകളാണ് ലോകത്ത് വിറ്റയച്ചിട്ടുള്ളത്. അതായത് ഐഫോൺ ആർക്ക് വേണമെങ്കിലും വാങ്ങാം, ഒരു എക്സ്ക്ലൂസീവ്നെസ് ഇല്ല. എന്നാൽ ലക്ഷറി പ്രൊഡക്റ്റുകൾ എക്സ്ക്ലൂസീവ് ആയിരിക്കും. അതായത് ലക്ഷറി പ്രൊഡക്റ്റുകളുടെ അവൈലബിലിറ്റി കുറവായിരിക്കും. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രീമിയം മോഡലായിട്ടുള്ള ടെസ്ല കാർ 1.2 മില്യൺ കാറുകളാണ് കഴിഞ്ഞ വർഷം വിറ്റയച്ചത്. എന്നാൽ ലക്ഷറി ബ്രാൻഡ് ആയിട്ടുള്ള റോൾസ് റോയ്സ് വെറും 6500 യൂണിറ്റ്സിൽ മാത്രമാണ് വിറ്റത്. ഒരിക്കലും ഒരു മാസ് മാനുഫാക്ചറിംഗ് ലക്ഷറി ബ്രാൻഡുകൾ ചെയ്യില്ല. ഇങ്ങനെ സപ്ലൈ കുറച്ചിട്ടാണ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത്. ലക്ഷറി ബ്രാൻഡിന് എപ്പോഴും പ്രൈസ് കൂടുതലായിരിക്കും, ക്വാളിറ്റി കൂടുതലായിരിക്കും, യൂണിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും എക്സ്ക്ലൂസിവിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ലക്ഷറി ബ്രാൻഡുകളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് സ്റ്റാറ്റസും എക്സ്ക്ലൂസീവ്നെസ്സും നോക്കുന്ന ആളുകളായിരിക്കും. ഇന്ത്യയിൽ പൊതുവെ ഐഫോണും ലാൻഡ് ക്രൂസർ പോലുള്ള കാറുകളൊക്കെ ലക്ഷറി പ്രൊഡക്റ്റുകളാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിന് കാരണം ഇതിന്റെ ഹൈ പ്രൈസ് ആണ്. ഇന്ത്യയിലെ മെജോറിറ്റി ആളുകൾ ഇതൊരു ആക്സസ് അല്ലാത്ത പ്രൊഡക്റ്റുകളായതുകൊണ്ടാണ് ഈ ഒരു പെർസെപ്ഷൻ വന്നത്. എന്നാൽ വെൽത്തി ആയിട്ടുള്ള രാജ്യങ്ങളിൽ അങ്ങനെയല്ല. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലക്ഷറി ബ്രാൻഡ് ഏതാണ്? കമന്റിൽ അറിയിക്കൂ.